വെൽക്കം ടു സഫിയർ ഫ്യൂച്ചർ അക്കാദമി. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഹ്യൂമൻ റിപ്രൊഡക്ഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഗ്യാമറ്റോജെനസിസ് ഡിസ്കസ് ചെയ്തു, ഇൻസെമിനേഷൻ ഡിസ്കസ് ചെയ്തു, ഫെർട്ടിലൈസേഷൻ ഡിസ്കസ് ചെയ്തു. ഇനിയുള്ളത് നമുക്ക് ഇംപ്ലാന്റേഷൻ ആണ്. നെക്സ്റ്റ് പ്രോസസ്സ് നമ്മൾ ഇംപ്ലാന്റേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ഇംപ്ലാന്റേഷൻ? Implantation is the process of attachment of blastocyst in the uterus. യൂട്രസിൽ ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. ഓക്കെ, സോ ഇംപ്ലാന്റേഷൻ പ്രോസസ് ഓഫ് attachment of blastocyst in the uterus. യൂട്രസിൽ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള സൈഗോട്ട് ദെൻ ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നമുക്കിവിടെ കുറച്ച് ടേംസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താണ് ബ്ലാസ്റ്റോസിസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ബ്ലാസ്റ്റോമിയർ? ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് സൈഗോട്ട് ഫോം ചെയ്യുന്ന മെക്കാനിസമാണ് പറഞ്ഞിരിക്കുന്നത്. സൈഗോട്ട് ഫോം ചെയ്യും. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടന്നു, മെയിൽ ഫീമെയിൽ ഗ്യാമേറ്റുകൾ ഫ്യൂസ് ചെയ്തു, ഒരു സൈഗോട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സൈഗോട്ട് ഫോം ചെയ്തു. ഈ സൈഗോട്ടിന് അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത്, ഇത് രണ്ട് ഈക്വൽ ആയിട്ടുള്ള രണ്ട് സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്യും. സോ ഈ ഒരു ഡിപ്ലോയിഡ് സെല്ല് സൈഗോട്ട് ഈക്വൽ രണ്ട് സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഡിവിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലീവേജ് എന്ന് വിളിക്കും. എന്താണ്? ഈ ഡിവിഷന് വിളിക്കുന്ന പേരാണ് ക്ലീവേജ്. സോ സൈഗോട്ടിന് സംഭവിക്കുന്ന ഒരുപോലെയുള്ള ഡിവിഷനെ വിളിക്കുന്ന പേരാണ് ക്ലീവേജ്. ഈ ക്ലീവേജ് നടന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആ റിസൾട്ടന്റ് സെല്ലിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോമിയർ. ഓക്കെ, ബ്ലാസ്റ്റോമിയർ. ഇങ്ങനെ ക്ലീവേജ് നടന്നു, നമ്മൾ ഈ സൈഗോട്ടിന് ക്ലീവേജ് നടന്നുണ്ടാവുന്ന ഈ റിസൾട്ടന്റ് സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോമിയർ എന്ന് വിളിക്കും. റിസൾട്ടന്റ് സെൽ ഈസ് കോൾഡ് ബ്ലാസ്റ്റോമിയർ. ഓക്കെ, അതിനുശേഷം വീണ്ടും ഫർദർ ഡിവിഷൻ നടക്കും. അതായത് 2 സെൽഡ് സ്റ്റേജ്. ആദ്യം 1 സെല്ല്, 2 സെൽഡ് സ്റ്റേജ്, ദെൻ 4 സെൽഡ് സ്റ്റേജ്, ദെൻ 6 സെൽഡ് സ്റ്റേജ്, 8 സെൽഡ് സ്റ്റേജ്, ദെൻ 16 സെൽഡ് സ്റ്റേജ്, 2, 4, 8, 16, 32. അങ്ങനെ ഡിവിഷൻസ്, ക്ലീവേജ്, കണ്ടിന്യൂസ് ആയിട്ട് ക്ലീവേജ് നടന്ന് മോർ സെൽസ് ഫോം ചെയ്യുന്നു. കുറേ മോർ സെൽസ് ഫോം ചെയ്യുന്നു. അങ്ങനെ മോർ സെൽസ് ഫോം ചെയ്യുന്ന ആ ഡിവിഷനെ വിളിക്കുന്ന പേരാണ് ക്ലീവേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ സെൽസ് ഫോം ചെയ്തിട്ട് ഒരു 8 മുതൽ 16 വരെ സെല്ലുകളാകുന്ന സ്റ്റേജിൽ, ആ സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോറിയുള്ള എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ആദ്യം സൈഗോട്ട് ഡിവൈഡ് ചെയ്തു, ബ്ലാസ്റ്റോമിയർ എന്ന് നമ്മൾ അതിനെ വിളിച്ചു. 4 സെല്ലായി, 2 ആയിരുന്നു, 4 ആയി, 8 ആയി, 16, 32. അതിൽ ഈ 8 to 16 സെൽഡ് സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോറുല. നോക്കൂ, അപ്പോൾ ആ മോറുല. സോ ദിസ് ഈസ് ദ മൈറ്റോട്ടിക് division starts as the zygote moves through the isthmus of the oviduct called cleavage towards the uterus and forms 2, 4, 8, 16 daughter cells called blastomeres. The embryo with 8 to 16 blastomeres is called morula. നോക്കൂ, ഇവിടെ നമ്മൾ ഫെർട്ടിലൈസേഷൻ നടന്നു, ഫ്യൂസ് ചെയ്യുന്നു, ക്ലീവേജ് സംഭവിക്കുന്നു. 2 സെല്ലാവുന്നു, 4 സെല്ലാവുന്നു, 8 സെല്ലാവുന്നു. ഉണ്ടോ? അപ്പോൾ ഓരോ സെല്ലുകൾ ഇവിടെ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കുകയും ഡിവിഷൻ നടക്കുന്ന അനുസരിച്ച് ഇത് ഇസ്തമസിലൂടെ പോവുകയാണ് ചെയ്യുന്നത്.
നോക്കൂ, മൈറ്റോട്ടിക് എന്ത് ഡിവിഷനാണ് നടക്കുന്നത്? മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നു. ആൻഡ് സ്റ്റാർട്ട്സ് അത് ദ സൈഗോട്ട് മൂവ്സ് ത്രൂ ദ ഇസ്മസ്. ഇതാണ് ഇസ്തമസ് എന്ന് പറയുന്നത്. ഇസ്മസിലൂടെ സൈഗോട്ട് മൂവ് ചെയ്യുന്നു. എങ്ങോട്ടാ പോകുന്നത്? ഓഫ് ദ ഓവിഡക്ട് കോൾഡ് ക്ലീവേജ് ടുവേർഡ്സ് ദ യൂട്രസ്. യൂട്രസിലേക്കാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ദെൻ എങ്ങനെയാണ് ഡിവൈഷൻ നടക്കുന്നത്? മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നത് എങ്ങനെയാണ്? 2, 4, 8, 16 സെല്ല് ആയിട്ടാണ്. 2 സെല്ല്, 4 സെല്ല്, 8 സെല്ല്, 16 സെല്ലുകളായിട്ടാണ് ഡിവിഷൻ നടക്കുന്നത്. ഡോട്ടർ സെൽസിന് അങ്ങനെ ഡിവിഷൻ വഴി ഉണ്ടാവുന്ന ഡോട്ടർ സെൽസ് ഡിവൈഡ് ചെയ്തുണ്ടാവുന്ന ആ സെല്ലുകൾക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോമിയർ എന്ന് വിളിക്കും. ദെൻ ഇനി ഇതിൽ എംബ്രിയോ വിത്ത് 8 to 16 ബ്ലാസ്റ്റോമിയർ ഈസ് കോൾഡ് മൊറുല. 8 തൊട്ട് 16 വരെയുള്ള സെല്ലുകളുള്ള കണ്ടീഷനെ ആ ബ്ലാസ്റ്റോമിയറിന് വിളിക്കുന്ന പേരാണ് മോറിയുള. Then the morula continues to divide and transforms into blastocyst as it moves further into uterus. അപ്പോൾ യൂട്രസിലേക്ക് പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യും? മോറിയുല കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഈ ഡിവിഷൻ നടന്നു കഴിയുമ്പോൾ നമ്മൾ വിളിക്കുന്ന ആ സെല്ലുകൾക്ക് വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് വിളിക്കും. ആ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് എങ്ങോട്ടേക്ക് പോകുന്നത്? ആ ബ്ലാസ്റ്റോസിസ്റ്റ്, ദ ബ്ലാസ്റ്റോമിയർ ഇൻ ദ ബ്ലാസ്റ്റോസിസ്റ്റ്, ആ ബ്ലാസ്റ്റോസിസ്റ്റുകളാണ് നമ്മുടെ യൂട്രസിലേക്ക് പോകുന്നത്. ദ ബ്ലാസ്റ്റോമിയർ ഇൻ ദ ബ്ലാസ്റ്റോസിസ്റ്റ് ആർ അറേഞ്ച്ഡ് ഇൻടു ആൻ ഔട്ടർ ലെയർ കോൾഡ് ട്രോഫോബ്ലാസ്റ്റ് ആൻഡ് ആൻ ഇന്നർ സെൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ട്രോഫോബ്ലാസ്റ്റ് കോൾഡ് ഇന്നർ സെൽ മാസ്. അതായത് ആക്ച്വലി ബ്ലാസ്റ്റോസിസ്റ്റ് ഇങ്ങനെ ഫൈനലി ഡിവിഷൻ നടന്ന് യൂട്രസിനടുത്ത് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഇതിനെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് വിളിക്കും. ആ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സ്ട്രക്ചർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നോക്കൂ, ഇതൊരു സെൽഡ് സ്റ്റേജ് ആയിരിക്കും. അപ്പോൾ അതിൽ ഈ ഡിവൈഡ് ചെയ്ത സെല്ലുകളെല്ലാം കൂടി ഡിവൈഡ് ചെയ്ത സെല്ലുകൾ ഡിവൈഡ് ചെയ്ത ഈ ബ്ലാസ്റ്റോസിസ്റ്റ് അല്ലെങ്കിൽ യൂട്രസിലേക്ക് എത്തുന്ന സ്റ്റേജിലായി കഴിയുമ്പോൾ അതിനെ നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് വിളിക്കും. ആ ബ്ലാസ്റ്റോസിസ്റ്റ് ആക്ച്വലി ഡിവൈഡ് ചെയ്ത സെല്ലുകളെല്ലാം ഇതിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഹാങ് ചെയ്ത് ഇങ്ങനെ കിടക്കുന്ന രീതിക്ക് ആവുകയും അതിനെ ചുറ്റി പുറമെ ഒരു ലെയർ ഫോം ചെയ്യുകയും ചെയ്യും. ആ ഔട്ടർ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോഫോബ്ലാസ്റ്റ് എന്ന് വിളിക്കും. ഈ ഔട്ടർ ലെയറിന് പറയുന്ന പേരാണ് ട്രോഫോബ്ലാസ്റ്റ്. ഔട്ടർ ലെയറിനെ നമ്മൾ ട്രോഫോബ്ലാസ്റ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് വിളിക്കുന്നത്. കണ്ടോ, ഈ ഡയഗ്രമാണ് ബ്ലാസ്റ്റോസിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തിന് അല്ലെങ്കിൽ ഇവിടെ ഈ ഔട്ടർ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോഫോബ്ലാസ്റ്റ് എന്നാണ് ഔട്ടർ ലെയറിനെ വിളിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇന്നർ സെൽ മാസ്, കുറെ സെല്ലുകൾ ഇങ്ങനെ മാസായിട്ട് ഗ്രൂപ്പായിട്ട് കാണുന്നതാണ്. അതിനെ വിളിക്കുന്ന പേര് ഇന്നർ സെൽ മാസ് എന്ന് വിളിക്കും. ഇന്നർ സെൽ മാസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇന്നർ സെൽ മാസ് എന്ന് വിളിക്കുന്നു. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ട്രോഫോബ്ലാസ്റ്റ്. സോ ഈ ഒരു സ്ട്രക്ചറിൽ ആകുമ്പോഴാണ് യൂട്രസിൽ പോയി ഇംപ്ലാന്റ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ നോക്കുക, ക്ലീവേജ് നടന്നു കഴിയുമ്പോൾ നമ്മൾ മോറുല എന്ന് വിളിക്കും. പിന്നെ എന്ത് വിളിക്കും? ബ്ലാസ്റ്റുല എന്ന് വിളിക്കും. അടുത്ത സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഗ്യാസ്ട്രുല എന്ന് പറയും. ഗ്യാസ്ട്രുല. ഇനി ഈ ഗ്യാസ്ട്രുലയിൽ നമ്മൾ പഴയ +1 ചാപ്റ്ററുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ജെർമിനൽ എപ്പിത്തീലിയം ഫോം ചെയ്യും. ഈ ഗ്യാസ്ട്രുല എന്നുള്ള സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ ഇതിൽ 3 ലെയർ ഓഫ് സെൽസ് ആയിട്ട് മാറും. അതായത് ജെർമിനൽ എപ്പിത്തീലിയം ആയിട്ട് മാറുന്നു, എക്ടോഡേം, ദെൻ എൻഡോഡേം, ദെൻ മീസോഡേം. ഇങ്ങനെ 3 ലെയർ ഓഫ് സെൽസ് ഫോം ചെയ്യും. ഫൈനലി ഫർദർ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഗ്രോത്ത് ഇതിന് ബ്ലാസ്റ്റോസിസ്റ്റ് നടക്കുകയും ഫീറ്റസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഓക്കെ, സോ അപ്പൊ നോക്കുക,
മൈറ്റോട്ടിക് ഡിവിഷൻ ഇത്ര നമ്മൾ നോക്കി. ട്രോഫോബ്ലാസ്റ്റ് കോൾഡ് ഇന്നർ സെൽ മാസ് ആയിട്ട് മാറുന്നു. ഇന്നർ സെൽ മാസ് നോക്കൂ, the blastomere in the blastocyst arranged into an outer layer called trophoblast and inner group of cell attached to trophoblast called the inner cell mass. The trophoblast layer then gets attached to endometrium and the inner cell mass gets differentiated as the embryo. നോക്കൂ, ഇവിടെ വന്ന് ഫൈനലി ഇതാണ് നമ്മൾ എൻഡോമെട്രിയം എന്ന് പറയുന്നത്. നമ്മുടെ യൂട്രസിന് 3 ലെയറുകൾ ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ യൂട്രസിലുള്ള ഇന്നർ ലെയർ, ഈ ഇന്നർ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോമെട്രിയം എന്ന് വിളിക്കും. ഈ ഇന്നർ ലെയർ ആണ് എൻഡോമെട്രിയം. അപ്പോൾ നമ്മുടെ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ഇവിടെ വരികയും എൻഡോമെട്രിയത്തിനോട് അറ്റാച്ച് ചെയ്യുകയും ചെയ്യും. ഓക്കെ, then endometrium attached to the endometrium and the inner cell mass gets differentiated into embryo. ആ inner cell mass നോക്കൂ, ഇതാണ് inner cell mass. ഈ inner cell mass ആണ് gastrulation എന്നുള്ള സ്റ്റേജിലേക്ക് കടക്കുകയും അതൊരു എംബ്രിയോ ആയിട്ട് മാറുകയും ചെയ്യുന്നത്. ആഫ്റ്റർ അറ്റാച്ച്മെന്റ് യൂട്രൈൻ സെൽസ് ഡിവൈഡ് റാപ്പിഡ്ലി ആൻഡ് കവേഴ്സ് ദ ബ്ലാസ്റ്റോസിസ്റ്റ്. ഇത് വന്ന് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ യൂട്രസിന്റെ സെൽസ് മോർ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, മോർ സെല്ലുകൾ ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്ത് ചെയ്യുന്നു? ആൻഡ് കവേഴ്സ് ദ ബ്ലാസ്റ്റോസിസ്റ്റ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ ഇവര് കവർ ചെയ്യുന്നു. ഇതാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ ഇങ്ങനെ പൊതിഞ്ഞ് ഇതാണ് ബ്ലാസ്റ്റോസിസ്റ്റെങ്കിൽ യൂട്രൈൻ സെല്ലുകൾ വരികയും ഇതിനെ പൊതിഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ കവർ ചെയ്യുകയും ചെയ്യുന്നു. ഉണ്ടോ? ഇങ്ങനെ കവർ ചെയ്യുന്നു, ഇങ്ങനെ പൊതിഞ്ഞു വെക്കുന്നു. Then as a result the blastocyst become embedded in the endometrium of the uterus. അതിന്റെ റിസൾട്ട് ആയിട്ട് എന്ത് നമുക്ക് പറയാം? എൻഡോമെട്രിയം ഇതാണെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റ് അതിൻ്റെ അകത്ത് എംബഡ് ചെയ്ത് ഇതിങ്ങനെ അകത്തേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയിരിക്കുന്നതാണ് സംഭവിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. ഇറ്റ് ലീഡ്സ് ടു പ്രഗ്നൻസി. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റ് വരുന്നു, എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യുന്നു, യൂട്രസിന്റെ സെല്ലുകൾ വന്ന് ഇതിനെ പൊതിയുന്നു, എൻഡോമെട്രിയത്തിന്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ എംബഡ് ചെയ്ത് ബ്ലാസ്റ്റോസിസ്റ്റ് ഇങ്ങനെ എംബഡ് ചെയ്ത് കയറും. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ആ ഇന്നർ സെൽമാസ് ആണ്. ഇന്നർ സെൽമാസ് അകത്തേക്ക് കയറി എംബഡ് ചെയ്ത് കയറുകയും അതിനെ വിളിക്കുന്നതാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ. അപ്പൊ അങ്ങനെ ഒട്ടിയിരിക്കുകയാണ് ആ യൂട്രസിനോട് എംബ്രിയോ അല്ലെങ്കിൽ ആ ഫീറ്റസ് ഒട്ടിയിരിക്കുകയാണ്. ആ ഒട്ടിയിരിക്കുന്ന സ്റ്റേജിലാണ് ആ സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇംപ്ലാന്റേഷൻ നടന്നെങ്കിൽ മാത്രമാണ് എന്ത് സംഭവിക്കുള്ളൂ? പ്രഗ്നൻസിയിലേക്ക് നടക്കുള്ളൂ. അല്ലാതെ ഒരിക്കലും ഫെർട്ടിലൈസേഷൻ നടന്നു എന്ന് വിചാരിച്ച് ഇംപ്ലാന്റേഷൻ നടക്കുന്നില്ല എങ്കിൽ അത് പ്രഗ്നൻസി അല്ല. ഇംപ്ലാന്റേഷനും കൂടി നടന്ന് യൂട്രസിൽ എത്തി ഒട്ടിച്ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുക? പ്രഗ്നൻസി എന്ന് വിളിക്കുക. ആ സ്റ്റേജിനെ നമ്മൾ പ്രഗ്നൻസി എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ അതാണ് അടുത്ത സ്റ്റേജ്. സോ അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇംപ്ലാന്റേഷൻ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ നടക്കുന്നു, ഫ്യൂസ് ചെയ്യുന്നു, സൈഗോട്ട് ഉണ്ടാവുന്നു, ക്ലീവേജ് നടക്കുന്നു. ക്ലീവേജ് വഴി എന്ത് ചെയ്യുന്നു? മോർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ സെൽസ് ക്ലീവേജ് നടന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിനെ നമ്മൾ ബ്ലാസ്റ്റോമിയർ എന്ന് വിളിക്കുന്നു. ആ ബ്ലാസ്റ്റോമിയറിലെ ഹ്യൂമൻ ബീങ്സിലുള്ള ബ്ലാസ്റ്റോമിയറിനെ നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ ഡിവിഷൻ നടക്കുന്നത് എങ്ങനെയാണ്? 2, 4, 8, 16 എന്നുള്ള കണ്ടീഷനിലാണ് ഡിവിഷൻ നടക്കുന്നത്. അങ്ങനെ ഡിവിഷൻ നടന്ന് 8 മുതൽ 16 സെല്ലുകളുള്ള സ്റ്റേജിനെ നമ്മൾ എന്ത് വിളിക്കും? മോറുല എന്ന് വിളിക്കും. ആ മൊറുലാർ സ്റ്റേജിൽ ഇസ്മസിലൂടെ മൂവ് ചെയ്യുകയും ഫർദർ മോർ ഡിവിഷൻസ് നടക്കുകയും അതൊരു ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറുകയും, ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഡിവൈഡ് ചെയ്ത സെല്ലുകളെല്ലാം എന്ത് ചെയ്യുന്നു? മുകളിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുകയും അതിനെ ചുറ്റി ഒരു ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ടാവുകയും ചെയ്തു. ഇത് പോയി യൂട്രസിന്റെ എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യുന്നു. യൂട്രസിന്റെ അതർ സെൽസ് വന്ന് അതിനെ പൊതിഞ്ഞു വെക്കുന്നു. എൻഡോമെട്രിയത്തിലേക്ക് ഇത് എംബഡ് ചെയ്തിരിക്കുന്നു. ഈ ഒരു സ്റ്റേജിനെയാണ് അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് മൂലമാണ് അത് പ്രഗ്നൻസിയിലേക്ക് വരുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് എങ്ങനെ സംഭവിക്കുന്നു? അടുത്തതാണ് പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്. ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ അടുത്ത സ്റ്റേജാണ് പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്. ഓക്കെ, അതായത് പ്രഗ്നന്റ് ആവുന്ന കണ്ടീഷനാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അതായത് ഒരു യൂട്രസിൽ, ഒരു ഫീമെയിൽ ബോഡിയുടെ യൂട്രസിൽ ഒരു ലൈഫ് തുടങ്ങാൻ പോകുന്ന ആ ഒരു പ്രോസസ്സാണ് പ്രഗ്നൻസി.
അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം അറ്റാച്ച്മെന്റ് നടക്കുന്നു. ആ ഒരു എന്താണ് ബ്ലാസ്റ്റോസിസ്റ്റ് ഇന്നർ സെൽ മാസ് ഓർഗനോജെനസിസിലേക്ക് ഇന്നർ സെൽ മാസ് ജെർമിനൽ എപ്പിത്തീലിയായിട്ട് മാറുകയും അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എക്ടോഡേമും എൻഡോഡേമും മീസോഡേമും ആവുകയും അതിൽ പുതിയ പുതിയ ഓർഗൻസ് ഉണ്ടാവുകയും ഓർഗനോജെനസിസ് എന്നുള്ള ഘട്ടത്തിലൂടെ അത് കടന്നു പോവുകയും ഫീറ്റസ് ആകുന്നു, എംബ്രിയോ ആകുന്നു, ഒരു അഡൽട്ട് എംബ്രിയോ ആവുന്നു. ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഫ്റ്റർ ഇംപ്ലാന്റേഷന് ശേഷം നടക്കുന്ന ആ ഫർദർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് വരെയുള്ള ആ ഒരു ഇന്നർ സെൽ മാസിന്റെ ഡിഫറൻസിയേഷനും അതൊരു അഡൽട്ട് എംബ്രിയോ ആയിട്ട് അല്ലെങ്കിൽ അഡൽട്ട് ഒരു ബേബി ആയിട്ട് മാറുന്ന ആ ഒരു കാലഘട്ടത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗസ്റ്റേഷൻ പീരിയഡ് എന്ന് വിളിക്കും. ഗസ്റ്റേഷൻ പീരിയഡ് എന്നാണ്, ഗർഭാവസ്ഥ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ആ ഒരു ഇതാണ് നമ്മൾ പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്. ദാറ്റ് പ്രോസസ് ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെന്റിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗസ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഗസ്റ്റേഷൻ അവിടെ എന്താണ് ഇനി മാറ്റങ്ങൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ എ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ അപ്പിയർ ഓൺ ദ ട്രോഫോബ്ലാസ്റ്റ് കോൾഡ് കൊറിയോണിക് വില്ലൈ എന്നുള്ള ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ വരുന്നു, വിച്ച് ആർ സറൗണ്ടഡ് ബൈ യൂട്ടറിൻ ടിഷ്യൂ ആൻഡ് മെറ്റേണൽ ബ്ലഡ്. Okay, the chorionic villi and uterine tissue become interdigitated with each other and jointly to form a structural and functional unit between developing embryo and maternal body called placenta. ഇനി അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു, അതിനുശേഷം എംബ്രിയോണിക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നു. നോക്കൂ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് എൻഡോമെട്രിയമാണ്. എൻഡോമെട്രിയത്തിൽ ഇന്നർ സെൽ മാസ്, അതായത് ട്രോഫോബ്ലാസ്റ്റ് ഇങ്ങനെ വരുന്നു. ഇത് ട്രോഫോബ്ലാസ്റ്റ്, ഇന്നർ സെൽ മാസ് ഇങ്ങനെ, സെല്ലിന്റെ ഗ്രൂപ്പ് ഇന്നർ സെൽ മാസ് ഉണ്ട്. സോ ഈ എൻഡോമെട്രിയത്തിൽ നിന്നും ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ, ഒരു വിരൽ പോലെ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഇങ്ങനെ വരുന്നു. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ വന്നിട്ട് ഈ എൻഡോമെട്രിയത്തിൻ്റെ ഉള്ളിൽ എംബഡ് ചെയ്തിരിക്കുന്ന, ഇതിലുള്ളിലേക്ക് കുത്തി ഇറങ്ങിയിരിക്കുന്ന അതിനെ ഇങ്ങനെ സറൗണ്ട് ചെയ്ത് പൊതിഞ്ഞ് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ വരുന്നു. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊറിയോണിക് വില്ലൈ എന്ന് വിളിക്കും. കൊറിയോണിക് വില്ലൈ, ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ വിളിക്കുന്ന പേരാണ് കൊറിയോണിക് വില്ലൈ. ഇതാണ് നമ്മൾ പറഞ്ഞത്, കൊറിയോണിക് വില്ലൈ അപ്പിയർ ചെയ്യുന്നു സറൗണ്ടഡ് ബൈ യൂട്രിൻ ടിഷ്യൂ ആൻഡ് മെറ്റേണൽ ബ്ലഡ്. അപ്പോൾ ആ കൊറിയോണിക് വില്ലയിൽ എന്തും ആയിരിക്കും ഉണ്ടാവുക? ആ കൊറിയോണിക് വില്ലയിൽ മെറ്റേണൽ ബ്ലഡും ഉണ്ടാവും, യൂട്ടറിൻ ടിഷ്യൂവും. ഈ കൊറിയോണിക് വില്ലൈ എന്ന് പറഞ്ഞാൽ യൂട്രസിന്റെ സെല്ലുകളും അതിന്റെ ടിഷ്യൂസും അമ്മയുടെ ബ്ലഡും എല്ലാം വരുന്ന ഒരു കണ്ടീഷനാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഈ സെല്ലുകൾക്ക് ഫർദർ ഡിവിഷൻ നടക്കണം, എനർജി കിട്ടണം. അപ്പോൾ മദർ ബോഡിയിൽ നിന്നും ബ്ലഡ് ഒക്കെ ഉണ്ടാവുന്ന ബ്ലഡ് ടിഷ്യൂസും ബ്ലഡ് വെസൽസ് ഒക്കെ ഉള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ കൊറിയോണിക് വില്ലൈ. ഇങ്ങനെ ഒരു ഫിംഗർ പോലത്തെ ഒരു പ്രൊജക്ഷനാണ്. അതുകൊണ്ട് ഇങ്ങനെ ഈ ഇന്നർ സെൽ മാസിനെ പൊതിയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊതിയുമ്പോൾ എന്തുണ്ടാവും? അതിൽ മറ്റേണൽ ബ്ലഡും അതിൻ്റെ അകത്ത് ബ്ലഡ് വെസൽസും അതിൻ്റെ അകത്ത് ഉണ്ടാവും. അങ്ങനെ ഫൈനലി അത് ഇന്റർഡിജിറ്റേറ്റ് ചെയ്ത് ഇങ്ങനെ പൊതിഞ്ഞ് നിന്നതിന് ശേഷം, ഇന്റർഡിജിറ്റേറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്, ഒരു പ്ലാസെന്റ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ഫോം ചെയ്യുന്നു. ഒരു ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് അവിടെ ഫോം ചെയ്യുന്നു. നോക്കൂ, ഇതിന് ശേഷം അടുത്ത സ്റ്റേജിലേക്ക്, ഇതാണ് ഇന്നർ സെൽ മാസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇനി ഇന്നർ സെൽ മാസ് വരയ്ക്കുന്നത് ഇതുണ്ടോ, ഇതൊരു ഇന്നർ സെൽ മാസ് ആണ്. ഇന്നർ സെൽ മാസ്, ആ ഇന്നർ സെൽ മാസിലേക്ക് ഇത് ഫൈനലി ഇതൊരു ഇങ്ങനെ ഒരു പ്ലാസെന്റ പോലുള്ളൊരു ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ട് ഇങ്ങനെ ഇത് ചുറ്റപ്പെടുന്നു. ഇത് ഇന്നർ സെൽ മാസും. ഈ ഇന്നർ സെൽ മാസിലാണ് പിന്നീട് ഫർദർ ഡിവിഷൻ നടന്നിട്ടൊരു എംബ്രിയോ ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിന് ചുറ്റും ഒരു പ്ലാസെന്റ എന്ന് പറഞ്ഞൊരു ഫങ്ഷണൽ സ്ട്രക്ചറൽ യൂണിറ്റ് വരുന്നു. സോ ദിസ് ഈസ്, അപ്പോൾ ഇതിങ്ങനെ ഉള്ളിലേക്ക് കയറിയിരിക്കും. ഇതാണ് മദറിന്റെ. അപ്പോൾ ഈ ഹോൾ ഇവന്റ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? യൂട്രസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇതാണ് നമ്മൾ പ്ലാസെന്റ എന്ന് വിളിക്കുന്നത്. അങ്ങനെ പ്ലാസെന്റ ഫോം ചെയ്യുന്നു. അപ്പോൾ പ്ലാസെന്റ ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ മദറിന്റെ ന്യൂട്രിയൻസ്, മദറിന്റെ ബോഡിയിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ഒക്കെ വെസൽസ്, അതർ ബ്ലഡ് വെസൽസ്, സെല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ മദർ ബോഡിയിൽ നിന്നും ഒരു പുതിയതായിട്ടൊരു ഫീറ്റൽ സർക്കുലേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ മദറിന്റെ ബോഡിയിൽ നിന്നുള്ള ന്യൂട്രിയൻസ്,
അതുപോലെ ഓക്സിജന്, അതുപോലെ ബ്ലഡും മറ്റൊരു കാര്യങ്ങളെല്ലാം കുഞ്ഞിന് കിട്ടുന്നത് ഈ പ്ലാസന്റയിലേക്കായിരിക്കും വരിക. അതാണ് പ്ലാസന്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ബിറ്റ്വീൻ മദർ. ഇതാണ് മദറിന്റെ ബോഡിയാണ്, ഈ ഭാഗമാണ് മദറിന്റെ കണക്ഷൻ വരുന്നത്. ഇതാണ് ഫീറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ഫീറ്റസ്. അപ്പൊ ഈ ഫീറ്റസ് പിന്നീട് ഓർഗനോജെൻസിസ് നടക്കും, മോർ അധികം സെല്ലുകൾ വരികയും അത് ഓർഗനായിട്ട് മാറുകയും പയ്യെ ഇതിന്റെ ഫർദർ ഡെവലപ്മെന്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇനി എന്താ നോക്കാം. Then the placenta function of the placenta facilitates the supply of oxygen and nutrients to the embryo and also removal of carbon dioxide excretory waste materials produced by embryo. ഇനി എന്ത് ചെയ്യും? എംബ്രിയോ പ്രൊഡ്യൂസ് ചെയ്യുന്ന, നോക്കൂ, ഇതാണ് പ്ലാസന്റ എന്ന് പറയുന്നത്. എംബ്രിയോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതാണ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇന്നർ സെൽ മാസ് ഫൈനലി ഒരു ഫീറ്റസ് ആയിട്ട് മാറുകയും ഫീറ്റൽ ഗ്രോത്ത് നടക്കുകയും ചെയ്യുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്നത് പ്ലാസന്റൽ വില്ലൈ എന്ന് വിളിക്കും. ദിസ് ഈസ് കോൾഡ് പ്ലാസന്റ. ഇതാണ് പ്ലാസന്റ എന്ന് പറയുന്നത്. ഈ പ്ലാസന്റയിൽ നിന്നും ന്യൂട്രിയൻസും ഗ്ലൂക്കോസും പോലെയുള്ള കുഞ്ഞിന് ആവശ്യമുള്ള പദാർത്ഥങ്ങളെല്ലാം കൊടുക്കുന്നത് അംബിലിക്കൽ കോഡ് എന്ന് പറയുന്ന ഒരു അംബിലിക്കൽ കോഡ് നമ്മൾ അംബിലിക്കൽ കോഡ്, മലയാളത്തിൽ പൊക്കിൾ കൊടി എന്ന് വിളിക്കുന്ന അംബിലിക്കൽ കോഡിലൂടെയാണ് കുഞ്ഞിന് ആവശ്യമുള്ള മദറിന്റെ ബോഡിയിൽ നിന്നും കുഞ്ഞിന് ആവശ്യമുള്ള ന്യൂട്രിയൻസും ഓക്സിജനും കാര്യങ്ങളെല്ലാം കുഞ്ഞിന് ലഭിക്കുന്നത്. അംബിലിക്കൽ കോഡ് വരുന്നു. ഇതാണ് ഡെവലപ്പിംഗ് എംബ്രിയോ എന്ന് വിളിക്കുന്നത്. ഇത് യോഗ് സാക്കാണ്. ഇതൊരു സാക്ക് പോലെ ഒരു യോഗ് സാക്കാണ്. ഇത് യൂട്രസിന്റെ ക്യാവിറ്റിയാണ്. ഇങ്ങനെ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻ. ഇനി എന്ത് ചെയ്യും? ഈ എംബ്രിയോയ്ക്ക് പുറത്ത് കുറേ ലെയറുകൾ, കുറേ മെംബ്രെയിനുകൾ ഈ കുഞ്ഞിനെ അത്രത്തോളം സേഫായിട്ട് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതിന് വേണ്ടി എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ഫോം ചെയ്യുന്നു. അതിലൊരു എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിനാണ് യോഗ് സാക്ക് എന്ന് വിളിക്കുന്നത്. അതിനിടയിൽ ഇവിടെ ഒരു അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞൊരു ഫ്ലൂയിഡ് നിറഞ്ഞു കിടക്കുന്നു. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉള്ളതുകൊണ്ട് കുഞ്ഞിനൊരു കുഷ്യൻ പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്. മദർ എവിടെയെങ്കിലും ഇരിക്കുവോ, പെട്ടെന്ന് ആയാസപ്പെട്ട ജോലികൾ എന്തെങ്കിലും ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ കുഞ്ഞിന് അത് ക്ഷതമൊന്നും സംഭവിക്കുന്നില്ല. ഈ അംബിലിക്കൽ കോഡ് അതിനെ ഒരു കുഷ്യൻ പോലെ ഒരു പൊതിഞ്ഞ് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലാസന്റയുടെ സ്ട്രക്ചർ കണ്ടു. ഇതാണ് പ്ലാസന്റ എന്ന് പറയുന്നത്. ഫങ്ഷണൽ കണക്ഷനാണ്, കുഞ്ഞും അമ്മയും തമ്മിലുള്ള ഫങ്ഷണൽ കണക്ഷനാണ്. അപ്പോൾ അമ്മയുടെ ബോഡിയിൽ നിന്നും കിട്ടുന്ന ന്യൂട്രിയൻസും ഓക്സിജനും പോലുള്ള ന്യൂട്രിയൻസും ഗ്ലൂക്കോസും അങ്ങനെയുള്ള എല്ലാ സബ്സ്റ്റൻസസും എല്ലാ ഫാക്ടേഴ്സും പ്ലാസന്റ വരെ എത്തുകയും പ്ലാസന്റയിൽ നിന്നും അംബിലിക്കൽ കോഡിലൂടെ ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് അത് കിട്ടുകയും ചെയ്യുന്നു. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ നോക്കുന്നത് പ്ലാസന്റയുടെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് ഇവിടെ എന്താ പറഞ്ഞെന്ന് നോക്കാം. പ്ലാസന്റയുടെ ഫംഗ്ഷൻ കണക്റ്റഡ് ടു എംബ്രിയോ ത്രൂ അംബിലിക്കൽ കോഡ് വിച്ച് ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് ടു ആൻഡ് ഫ്രം എംബ്രിയോ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പ്ലാസന്റ എംബ്രിയോ ആയിട്ട് കണക്ഷൻ ഇല്ല. പ്ലാസന്റയിൽ നിന്നും എങ്ങനെയാണ്? അംബിലിക്കൽ കോഡ് വഴിയാണ് കുഞ്ഞിന് ന്യൂട്രിയൻസും ഫുഡും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നത്. പ്ലാസന്റയുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പ്ലാസന്റ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് പ്ലാസന്റ എന്ന് പറയുന്നത്. ഇനി പ്ലാസന്റയുടെ ഫംഗ്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്ലാസന്റ എന്ന് പറയുന്നത് കുഞ്ഞിന് ഫുഡ് എത്തിച്ചു കൊടുക്കുകയും കുഞ്ഞിന് ഓക്സിജനും ഗ്ലൂക്കോസും ന്യൂട്രിയൻസും കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു? പ്ലാസന്റ ഓൾസോ ആക്ട്സ് ആസ് എൻഡോക്രൈൻ ടിഷ്യൂ ആൻഡ് പ്രൊഡ്യൂസസ് സെവറൽ ഹോർമോൺ. ചില ഹോർമോണുകളെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ആ പ്രഗ്നൻസിക്ക്, ആ ഗസ്റ്റേഷൻ പീരീഡിൽ മദറിന് ആവശ്യമായിട്ടുള്ള ചില ഹോർമോണുകളെയും കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള ചില ഹോർമോണുകളെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഹോർമോണുകളുടെ പേരാണ് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, HCG, ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, HCG, then human placental lactogen or HPL, then estrogen, progestogen, etc. In the later phase of pregnancy, hormones called relaxin is also secreted by the ovary. ഓവറിയിൽ നിന്നും റിലാക്സിനും കൂടി സെക്രേറ്റ് ചെയ്യുന്നു. സോ നമ്മളിപ്പോൾ പ്ലാസന്റ പറഞ്ഞു, പ്ലാസന്റയുടെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. പ്ലാസന്റ ഒരു ഫങ്ഷണൽ കണക്ഷൻ ബിറ്റ്വീൻ മദർ ആൻഡ് ഫീറ്റസ്. മദറും എംബ്രിയോയും ഫീറ്റസും തമ്മിലുള്ള ഒരു ഫങ്ഷണൽ കണക്ഷനാണ് നമ്മൾ പ്ലാസന്റ എന്ന് വിളിക്കുന്നത്. പ്ലാസന്റ ന്യൂട്രിയൻസ് എത്തിച്ചു കൊടുക്കാനും
ഗ്ലൂക്കോസ് കൊടുക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പ്ലാസൻ്റ ചില ഹോർമോണുകളെയും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. പ്ലാസൻ്റ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകളുടെ പേരാണ് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ, ഈസ്ട്രോജൻ, പ്രൊജസ്റ്റോജൻ എന്നിങ്ങനെയുള്ള ഹോർമോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻ ദ ലേറ്റർ ഫേസ് ഓഫ് പ്രഗ്നൻസിയുടെ അവസാന കാലഘട്ടങ്ങളിലെ സമയങ്ങളിൽ അല്ലെങ്കിൽ പാർച്വറേഷനൊക്കെ അടുത്തു വരുന്ന സമയത്ത് പ്ലാസൻ്റ റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെയും കൂടി സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ പ്രഗ്നൻസിയാണ് എംബ്രിയോണിക് ഡെവലപ്മെന്റിൽ പറയാനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനിയിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ.